കളി പൊളിച്ച് സൗത്ത് സഫാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. ദേശീയ സ്പോർട്സ് ദിനത്തിന്റെ ഭാഗമായി എറണാകുളം പ്രസ് ക്ലബ്ബും അതേപോലെ തന്നെ ലിറ്റിൽ പീപ്പിൾ കേരള ട്രസ്റ്റ് സ്പോർട്സ് ടീമും തമ്മിലുള്ള ഒരു സൗഹൃദ ക്രിക്കറ്റ് മാച്ച് മത്സരമാണ് നിങ്ങൾ കാണാൻ പറ്റുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരും ചെയ്യുന്നത് പോലെ ഞങ്ങൾക്കും ചെയ്യാൻ സാധിക്കുമെന്നാണ് ഈ ഒരു ചെറുകൂട്ടം നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാൻ പോകുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്നത് ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് ക്ലബ്, ഇന്ത്യയിലെ തന്നെ ഉയരം കുറഞ്ഞവരുടെ ആദ്യത്തെ സ്പോർട്സ് ക്ലബ്ബാണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്. പറയുന്നത് ഈ ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് ക്ലബ്ബ് രൂപീകരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് റാഷിദോട് ചോദിച്ചു. അപ്പോൾ റാഷിദ് പറഞ്ഞത് ഉയരം കൂടിയ മനുഷ്യരെ തോൽപ്പിക്കാൻ കഴിയുന്ന ഉയരം കുറഞ്ഞ മനുഷ്യരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. സാധാരണ പ്രതീക്ഷിച്ചത് ഞാൻ പ്രതീക്ഷിച്ചത് ഷാർജത്തിന് ശേഷമുള്ള ആദ്യ പരിപാടിയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ചുമതലയേറ്റ ആദ്യ ദിവസം തന്നെയാണ് റാഷിദിൻ്റെ കോള് വരുന്നത്. അപ്പോൾ ആദ്യം ഒരു എന്താ ചെയ്യേണ്ടതെന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സ്പോർട്സിൻ്റെ കാര്യമൊക്കെ നോക്കിക്കൊണ്ടിരുന്ന നല്ലൊരു അതെ. അപ്പോൾ റാഷിദ് പറഞ്ഞു ഞങ്ങളെല്ലാം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളാം, നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 100% മനസ്സോടെ അല്ല, 101% മനസ്സോടെ ഞങ്ങൾ ഈ മത്സരങ്ങൾക്ക് വരുന്നത്. ഉയരവും ഉയരമില്ലായ്മയും ഉയരം കൂടുതലും ഒന്നും ഒരു എന്താ പറയുക, ഒരു കുറവോ കൂടുതലോ ഒന്നുമല്ല. നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് തെളിയിക്കുന്ന മത്സരമാകട്ടെ ഇവിടെ നടക്കേണ്ടത്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. ഈ ഒരു സൗഹൃദ മത്സരത്തിൽ എറണാകുളം ജില്ലാ പ്രസ് ക്ലബിൻ്റെ ഭാരവാഹികളാണ് കളിക്കാരെ പരിചയപ്പെടുത്തുന്നതും അതുപോലെ തന്നെ കളി ഉദ്ഘാടനം ചെയ്തതും. എന്തായാലും വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം വെച്ചാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അതായത് ഞങ്ങളെക്കാളും പിന്നെ ഉയരം കൂടുതലുള്ള ആളുകൾ, അതായത് 4 അടിയുള്ള ഞങ്ങളും അതുപോലെ തന്നെ 6 അടി ഉയരമുള്ള ആളുകളും തമ്മിലൊരു വാശിയേറിയൊരു മത്സരം കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചു. എന്തായാലും ഇതൊരു തികച്ചും ഞങ്ങളുടെ ജീവിതത്തിലൊരു മറ്റൊരു അനുഭവം തന്നെയാണ്. കാരണം ഞങ്ങൾക്കും നിങ്ങളെപ്പോലെ ചെയ്യാൻ സാധിക്കും എന്ന് ഈ ഒരു കളിയിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നതും വളരെ സന്തോഷം നൽകുന്നൊരു നിമിഷം തന്നെയാണ്. ടോസിങ്ങിലൂടെ ഞങ്ങൾക്ക് കിട്ടിയത് ആദ്യമായി ബാറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ബാറ്റിങ്ങിന് വേണ്ടി ഞങ്ങളെ ടീം അംഗങ്ങൾ ഇറങ്ങി അവരുടെ പെർഫോമൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ലൊരു പോരാട്ടം തന്നെ കാഴ്ചവെക്കാൻ വേണ്ടി ഞങ്ങൾ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്.
അതാണ് ബാറ്റിംഗ് കഴിഞ്ഞ് 43 റണ്ണാണ്. 44 റൺ എടുക്കണം ഓപ്പോസിറ്റ് ടീമിന് ജയിക്കാൻ വേണ്ടി. അപ്പൊ ഫീൽഡിംഗിലേക്ക് ഇറങ്ങിയത് ഒരു റണ്ണ് പോലും വിട്ടുകൊടുക്കില്ല എന്നുള്ള വാശിയോടുകൂടി നല്ലൊരു ആവേശത്തോടുകൂടി ഞങ്ങൾക്ക് കളിക്കാൻ വേണ്ടി സാധിച്ചു. വളരെ വളരെ സന്തോഷം. അപ്പോൾ ഈ ഒരു ബോളറിൽ നിന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കുന്നത്. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തണം. ഒരുപാട് സിനിമകളിലൂടെ നമുക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള കോമഡി ഷോകളിലൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഇടം നേടിയിട്ടുള്ള ആളാണ് സൂരജ് തേലക്കാട്, അതുപോലെ തന്നെ ജോബി സാർ. അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുള്ള ഒരു ഗ്രൂപ്പാണ്. അവരാണ് ഞങ്ങളുടെ ഊർജ്ജവും പ്രചോദനവും. അതുപോലെ തന്നെ ഈ ഒരു കളിയുടെ അവസാന നിമിഷത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും തോൽവി വിജയത്തിലേക്കുള്ള ചവിട്ടുപടി എന്നാണല്ലോ. ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കും എന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് ഞങ്ങൾ അവിടെ വിട്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളെപ്പോലുള്ള ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കാൻ വേണ്ടി